സുധാകരൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. സുധാകരൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിലെ ശക്തനായ നേതാവ് കെ.സി. വേണുഗോപാലാണ്. അപ്പോൾ അതുകൊണ്ട് അധികാരം ലഭിച്ചാൽ മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ട് യോഗ്യൻ കെ.സി. വേണുഗോപാലായിരിക്കുമെന്ന് സുധാകരൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. അതായത് ഇവിടെ സതീശനെയും രമേശ് ചെന്നിത്തലയ്ക്കും ചെക്ക് വെച്ചേക്കാണ്. ഇതല്ലെങ്കിലും കെ സുധാകരൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടിരുന്നത് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുന്ന കെ.സി. വേണുഗോപാലാണ് ഏറ്റവും യോഗ്യൻ. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഒരുപക്ഷെ സുധാകരൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, എനിക്ക് തോന്നുന്നു കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തനായ നേതാവാണ്. അദ്ദേഹത്തിന് അക്കാര്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ഒരുപക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ ശക്തമായ നിലയിലേക്ക് കൊണ്ടുവരണം എന്ന് വല്ലാതെ ആഗ്രഹിച്ച ഒരു നേതാവാണ്. ആ നേതാവ് പിന്നെ എന്ന് വെച്ചാൽ CUC പോലെയുള്ള, അതായത് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ പോലെയുള്ള സെമി കേഡർ സംവിധാനം എന്ന് പറയുന്ന ഒന്നിലേക്ക്, അച്ചടക്കം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്കൊക്കെ ഈ കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് എത്തിക്കണം എന്നുള്ള ഒരു അദമ്യമായ ആഗ്രഹം ഈ കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവിനുണ്ടായിരുന്നു. ഇവർ കോൺഗ്രസ്സുകാരുടെ പൊതു സ്വഭാവം കാരണവും ഒരിക്കലും ഈ പറയുന്ന പോലെ അത് മാറ്റാൻ കഴിയാത്ത ചില ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ മാറ്റാൻ കഴിയാത്ത ചില സംഘടനാ ശക്തി കൊണ്ടുമൊക്കെ ഈ മാറ്റാൻ വന്ന കെ സുധാകരനെ മാറ്റിയവർ. അതാണ് കോൺഗ്രസിന്റെ ഒരു രീതി. അപ്പം ഞങ്ങൾ നന്നാവില്ല, പക്ഷെ നന്നാക്കാൻ വന്നാൽ നിങ്ങൾ പോവും എന്നുള്ളൊരു പോയ വഴി തെളിക്കുക എന്ന് പറയുന്ന പോലെ. പിന്നെ ഏറ്റവും അവസാനം സുധാകരൻ പുറത്തായി, കെ സുധാകരൻ പുറത്തായി കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഗ്രൂപ്പിസം എന്ന് പറയുന്നത്. ഇത് ശരിക്കും KPCC എന്ന് പറയുന്ന ഒരു സംവിധാനം വളരെ ശക്തമായ നിലയിൽ പ്രവർത്തിച്ച് ഒരുപാട് സംഘടനാ പാഠവുമുള്ള VM സുധീരനൊക്കെ ഇരുന്ന സ്ഥാനമാണ്. VM സുധീരൻ ഉണ്ടായിരുന്നു, K മുരളീധരൻ ഇരുന്നിട്ടുണ്ട്, മുല്ലപ്പള്ളി പിന്നെ അത്ര വലിയ ഒന്നുമില്ല, PP തങ്കച്ചൻ ഉണ്ടായിരുന്നു, തെന്നലയുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ വരുന്ന ഒരു പിടി നല്ല നേതാക്കന്മാർ, ചെന്നിത്തല തന്നെ വളരെ മനോഹരമായിട്ട് KPCC അധ്യക്ഷനായി സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോയതാണ്. പക്ഷേ ഇവർക്കൊക്കെ കാലാവധി തേക്കാൻ കഴിയാതെ പോയതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനകത്തിലെ ഗ്രൂപ്പ് തർക്കം തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. ഇവർ തമ്മിലടി എന്ന് വെച്ചാൽ അങ്ങേയറ്റത്തെ തമ്മിലടി. ഇത് അവസാനിക്കാതെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന രക്ഷപ്പെടില്ല എന്നുള്ളതാണ്. ഇപ്പം നോക്കിക്കോളൂ, ഇപ്പം കെ സുധാകരന് പെട്ടെന്നൊരു ബോധോദയം ഉണ്ടാവുന്നു. ഇതുവരെ ചെന്നിത്തലയാണ് ബെസ്റ്റ് എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയാകാൻ എന്തുകൊണ്ടും പരമയോഗ്യനായ വ്യക്തി ചെന്നിത്തലയാണ്. ഇപ്പം പിടിച്ചിരിക്കുന്ന ആരെയാണ്? KC ആണ് പിടിച്ചിരിക്കുന്നത്. KC വേണുഗോപാൽ ശക്തനാണ്, സംഘടനാ പാഠമുണ്ട്. ഈ KC കാരണം 2020 ശേഷം എത്ര കോൺഗ്രസ് ദേശീയ തലത്തിൽ എത്ര കോൺഗ്രസ് ഇപ്പം ജ്യോതിരാദിത്യ സിന്ധ്യ മുതൽ ഇങ്ങോട്ട് വരുന്ന നിരവധി ആൾക്കാർ കോൺഗ്രസിൽ നിന്ന് പടിയിറങ്ങി പോയിട്ടുണ്ടെന്നേ. ആര് കാരണമാണ്? ഈ KC വേണുഗോപാൽ കാരണം. ഇപ്പൊ സുധാകരൻ എന്താ KCയെ താങ്ങി നിൽക്കുന്നത്? KC എന്ന് പറയുന്നത് രാഹുലിന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, രാഹുൽ ഗാന്ധിയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ എല്ലാവർക്കും KCയോട് ചാരി നിന്ന് കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് എന്തോ പിന്നെ കൊലയോടെ കിട്ടും എന്നുള്ള ധാരണ ഇരിക്കുക. ഫേസ്ബുക്ക് പോസ്റ്റിലും പറഞ്ഞിട്ടുണ്ട്. അതാ, കേന്ദ്രത്തിലങ്ങ് ഒരു ചക്കച്ചുള ഇരിപ്പില്ലെന്നേ. കാരണം കേന്ദ്രത്തിൽ നിന്ന് ഇനി ഈ പറയുന്ന ഒരു നേതാക്കന്മാർക്കും കേന്ദ്രത്തിൽ നിന്ന് ഇനിയൊന്നും കിട്ടാനില്ല കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക്. കാര്യം അത് കഴിഞ്ഞു. കേന്ദ്രത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇനി ഒരിക്കലും മുന്നിലേക്ക് പോകില്ല. അതാ അവസ്ഥ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പം അതിനകത്തുണ്ടായിരുന്ന ഗുലാം നബി ആസാദിനെ പോലെയുള്ള ശക്തരായ കുറേയധികം നേതാക്കന്മാർ ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്നു. ആ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ശക്തരായ നേതാക്കന്മാരെല്ലാം ഇപ്പൊ എവിടെയാ? ആലോചിച്ച് നോക്കൂ. പലരും ഇന്ന് BJPയുടെ ഭാഗമാണ്. അപ്പൊ അങ്ങനെ മാറി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ BJP ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അതോടൊപ്പം കോൺഗ്രസ് ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത്, ഇന്ന് കോൺഗ്രസിൽ എടുത്തു പറയാൻ പറ്റിയ ദേശീയ നേതാക്കന്മാർ എത്ര പേരാ നമുക്കറിയാം? ആപ്പാടെ നമുക്ക് പറയാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. അവരെ നേതാക്കന്മാരായിട്ടോ വനിതാ നേതാവായിട്ടോ നമുക്ക് കാണാൻ കഴിയില്ല, അത്ര തന്നെ. അല്ലാതെ വേറെ ആരുണ്ട്? ഇപ്പം മല്ലികാർജ്ജുൻ ഖാർഗെയെ നമുക്ക് കേരളത്തിലെ രാജ്യത്തെ ഏറ്റവും മികച്ച കോൺഗ്രസ് നേതാവെന്ന് പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു നേതൃപാഠവുമുള്ള ഒരാളാണെന്ന്. അപ്പോൾ അങ്ങനെ എത്ര പേര്? ഇപ്പം രേവന്ത് റെഡ്ഡി നമുക്ക് വേണേൽ പറയാം. ഇതിന് രേവന്ത് റെഡ്ഡി ഇപ്പോൾ പറയാം, എനിക്ക് തോന്നുന്നു പിന്നെ ഈ ഇപ്പോൾ പുതിയ സംവരണ ബില്ലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയൻ്റെ പിന്തുണ വേണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രേവന്ത് റെഡ്ഡി എന്താ അതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. തെലങ്കാന മുഖ്യമന്ത്രിയല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളവരേ ഉള്ളൂ. രേവന്ത് റെഡ്ഡി തന്നെ തെലങ്കാനയുടെ മുഖ്യമന്ത്രി, DK ശിവകുമാറുണ്ട്, സിദ്ധരാമയ്യുണ്ട്. ഇവരൊക്കെ ഒരു എന്താ പറയുക, വല്ല ശക്തമായ നിലയിലേക്കൊന്നും ഇവരെത്താനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് കേന്ദ്രം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഏറെക്കുറെ അവസാനിച്ചു. കോൺഗ്രസിൻ്റെ പൊളിറ്റിക്സ് അവസാനിച്ചു. ഇനിയിപ്പം അവിടുന്ന് ഇവിടുന്നൊക്കെ ഉള്ള 10-20 പേരെ വെച്ചുകൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ 10-30 പേരെ, അല്ലെങ്കിൽ ഈ കോൺഗ്രസ്സുകാർക്ക് ഓടിക്കാനേ പറ്റൂ, കഴിഞ്ഞു. അപ്പം ഇതെല്ലാം കൃത്യമായിട്ട് അറിയാം.
പിന്നെ കേരളത്തിൽ ഇനി എന്തെങ്കിലും ഒരു പ്രാതിനിധ്യം ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്ന KC വേണുഗോപാലിൻ്റെ ചുവട് താങ്ങി നിൽക്കണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് K. സുധാകരൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനിയുള്ള കാലം അങ്ങനെ പറ്റൂ. കാരണം ഹൈക്കമാൻഡ് എന്ന് പറയുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഈ ഹൈക്കമാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു വ്യക്തതയില്ല. മീൻസ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഇപ്പം KPCC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, KPCCയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ വെള്ളയമ്പലത്തുള്ള ഇന്ദിരാഭവനാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. CPMന്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ AKG സെൻ്റർ ആണെന്ന് നമുക്കറിയാം, അത് പാളയത്താണ് എന്ന് നമുക്കറിയാം. അപ്പം ഇതെല്ലാം നമുക്കറിയാം. ഇപ്പം BJPയുടെ ഏതാണെന്ന് ചോദിച്ചാൽ മാരാർജി ഭവനാണെന്നറിയാം. അപ്പം ഇതെല്ലാം നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ആസ്ഥാനങ്ങളാണ്. എന്നാൽ ഹൈക്കമാൻഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? അറിയോ? ഹൈക്കമാൻഡ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഹൈക്കമാൻഡ് എത്ര പേരടങ്ങുന്നതാണ് ഹൈക്കമാൻഡ്? കേൾക്കാം, പക്ഷെ എവിടാ, എന്താ, ഏതാ ഒന്നും അറിയില്ല. ഇത് പണ്ട് പോലെ ആരാണ് ഈ ഹൈക്കമാൻഡിൽ ഉള്ളവരെന്ന് പോലും അതുപോലും അറിയില്ല. പണ്ട് K. കരുണാകരനുള്ള കാലം പോലെ തന്നെ ഈ ഹൈക്കമാൻഡ് കേട്ടിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അന്ന് K. കരുണാകരൻ, ഈ പറയുന്ന K. കരുണാകരൻ തന്നെ ഡൽഹിക്ക് പോവും. ഡൽഹിക്ക് പോയി K. കരുണാകരൻ അവിടെ പോയിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം ഇതാ, K. കരുണാകരൻ അവിടെ ഡൽഹിക്ക് പോയിട്ട് അവിടെ ചെന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് K. കരുണാകരൻ ഒരു തീരുമാനം ഇവിടോട്ട് വിളിച്ചു പറയും. എന്നിട്ട് പറയും ഹൈക്കമാൻഡ് പറഞ്ഞിട്ടാന്ന് പറയും. പറയുന്നത് എന്താ, ഡൽഹി പോയി നിന്നിട്ട് കരുണാകരൻ വിളിച്ചു കഴിയുമ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയുന്നൊരു കമാൻഡ് ഉണ്ടല്ലോ, എന്തൊരു സാധനം ഉണ്ടോ അവിടെ. ഇത് ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒട്ടുപേർക്കും അറിയത്തില്ല. ഇവരെ പറ്റിക്കുന്ന പരിപാടിയായിരുന്നു. ബിഗ് ബോസ് പോലെ കാണൂല. ഇത് തന്നെയാണ് അവസ്ഥ. അത് K. കരുണാകരൻ എനിക്ക് തോന്നുന്നു ഇവർക്കിട്ട് പണി കൊടുത്തതാ. ഇവിടുത്തെ കേരളത്തിലെ ബാക്കിയുള്ള കോൺഗ്രസ്സുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് K. കരുണാകരൻ പണി കൊടുത്താവാനാണ് സാധ്യത. എനിക്കറിയില്ല എൻ്റെ ഒരു യഥാർത്ഥ. ഹൈക്കമാൻഡ് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഓ ശരിയാണല്ലോ. അപ്പോൾ കാര്യം എന്താ, അവിടെ അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദിരാഗാന്ധി അങ്ങനെയുള്ള ടീമുകളൊക്കെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കമാൻഡ് ഉണ്ട് എന്ന് ഇവർ ധരിച്ച് സ്പഷ്ടമായി വെച്ചിരിക്കുക. എന്നിട്ട് അതിങ്ങനെ കണ്ടിന്യൂസ് തുടർന്നുകൊണ്ടിരിക്കുക. എന്നിട്ട് അതെന്തോ ഒരു പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ കോണ്ടാമരം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന, നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പഠിക്കുന്ന സമയത്ത്, അപ്പോൾ പഠിക്കുന്ന സമയത്ത് പക്ഷേ ഇത് ആരും കണ്ടിട്ടില്ല. പക്ഷെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നാ പറയാ. ഇങ്ങനെ ഒരു മരമുണ്ട്. ഈ മരത്തിൽ എന്നിട്ട് ഈ അനുസരണക്കേട് കാട്ട് പഠിക്കാതെ വരികയൊക്കെ ചെയ്ത് ഈ മരത്തെ കയറ്റുമെന്നാണ് പറയുന്നത്. ഇന്ന് വരെ അനുസരണക്കേട് കാണിച്ചവന്മാരെയും പിന്നെ പഠിക്കാതെ വന്നവന്മാരെയും ഈ മരത്തെ കയറ്റുന്ന ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കുറെ കാലം വരെ നമ്മുടെ മൈൻഡിൽ ഈ തോട്ടുണ്ട്, ഈ മരം ഉണ്ട്, കോക്കാച്ചി പോലെ ഒരു മരം ഉണ്ട് എന്ന് പറയുന്ന പോലെ ഇവിടെ ഹൈക്കമാൻഡ് എന്നൊരു സാധനമുണ്ട്. അത് തീരുമാനിക്കുന്നവരാ KC തീരുമാനിക്കുന്നത്. ഇപ്പൊ KC പറഞ്ഞ ഹൈക്കമാൻഡിനോട് ചോദിച്ചിട്ട് പറയാം. ഇപ്പൊ ഈ പാവപ്പെട്ട കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നത് അങ്ങനെ എന്തോ ഒരു സാധനം. അപ്പൊ ഈ രാഹുൽജി ഇരുന്നിട്ട് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം അറിയില്ല. അത് വേറൊരു കാര്യം. രാഷ്ട്രീയം അറിയില്ല, പൊളിറ്റിക്സ് എന്താണെന്ന് അറിയില്ല. അതേസമയം ഈ പറയുന്ന പോലെ കുറെ ഗിമിക്സ് അറിയാം. നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ട കുറെ ഡയലോഗ് അടിക്കാനും ഈ പറയുന്ന പോലെ കടലിൽ ചാടാനും ഒക്കെ രാഹുൽ ഗാന്ധിക്ക് അറിയാം. തൈര് സാധോ അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കാനും ഒക്കെ അത്യാവശ്യം പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ മാത്രമേ ഉള്ളൂ രാഹുൽ ഗാന്ധിയുടെ കൈവശമുള്ളത്. അല്ലാതെ പൊളിറ്റിക്സ് എന്താണെന്നോ ആ പൊളിറ്റിക്സിൽ പാലിക്കേണ്ട രീതികൾ എന്താണെന്നോ തന്ത്രങ്ങൾ എന്താണെന്നോ ഒന്നും ശരിക്കും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. അത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും എന്തുകൊണ്ടാണ് ഇവിടെ BJP അധികാരത്തിലേക്ക് വന്നത്? രാഹുൽ ഗാന്ധിയുടെ ഉമ്മ മേടിച്ചിട്ട് തന്നെയാണ് വന്നത്. അല്ല വേറൊന്നും കൊണ്ടല്ല. കെട്ടിപ്പിടിക്കുക ഉമ്മ ഒക്കെ. ഇനിയിപ്പോൾ ഈ ബില്ല് സംവരണ ബില്ലുമായിട്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കും. ഈ ചർച്ച കഴിയുമ്പോൾ നരേന്ദ്രമോദി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. ഇത് പുള്ളിയുടെ ഒരു രീതി അങ്ങനെയാണ്. അപ്പം ഈ രീതി തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവരുടെ ഇനിയിപ്പോൾ സുധാകരൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ രാഷ്ട്രീയത്തിൽ തന്നെ തൻ്റെ ഭാവി നഷ്ടപ്പെട്ടു. കാര്യം കേരളത്തിൽ ഇനിയിപ്പോൾ ഒരു മുഖ്യമന്ത്രി ആകാൻ നടക്കത്തില്ല കാര്യമല്ല. ഇനി ഒരു MLA പോലും ആകാൻ സുധാകരനെ കൊണ്ട് കഴിയില്ല. ഇനി എന്തെങ്കിലും ഒരു സാധ്യത, അതായത് ഇനി ഒരു സാധ്യത തുറന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ KC ഇവിടെ മുഖ്യമന്ത്രിയായി വരണം. KC വരണമെന്നുണ്ടെങ്കിൽ KC മുഖ്യമന്ത്രി ആവുമല്ലോ. മുഖ്യമന്ത്രി ആവുന്ന കൂട്ടത്തിൽ പുള്ളി എനിക്ക് തോന്നുന്നു ഇരിക്കൂറോ മറ്റോ ആണ് ചോദിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ആ മണ്ഡലത്തിൽ വീണ്ടും എനിക്ക് തോന്നുന്നു ഒരു ഉപതെരഞ്ഞെടുപ്പ് വരും. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു മണ്ഡലത്തിൽ കൂടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി കൊണ്ടുവന്ന് സുധാകരനും കൂടി അതിൽ നിന്നും മത്സരിച്ച് ജയിച്ച് KCക്കൊപ്പം മന്ത്രിസഭയിലേക്ക് എത്തുക അല്ലെങ്കിൽ ഇവിടേക്ക് എത്തുക എന്നുള്ള ഒരു ദുഷ്ടലാക്ക് ഒരുപക്ഷെ സുധാകരൻ്റെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എങ്കിലേ KC പറയും എന്തായാലും ഞാൻ മത്സരിക്കുന്നില്ല, ഒരാൾ MP-മാർ മത്സരിക്കേണ്ട എന്നൊരു തീരുമാനം വന്നല്ലോ. ഇപ്പം ഞാനൊരു MP ആണ്, ഞാൻ മത്സരിക്കുന്നില്ല. ആ കൂട്ടത്തിൽ വാഴ നനയുമ്പോൾ ചീരയും കൂടെ നനയുമല്ലോ എന്ന് പറയത്തില്ല എന്ന് പറയുന്ന പോലെ KC മത്സരിക്കുന്ന കൂട്ടത്തിൽ കണ്ണൂർ എവിടെയെങ്കിലും നിന്നിട്ട് നമ്മുടെ സുധാകരനോട് ജയിച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ KC പറഞ്ഞാൽ മാറുന്ന ഏതെങ്കിലും ഒരു MLA ഉണ്ടാവും. ഒന്നല്ല, കുറേ പേരുണ്ട്. KC മാറിക്കിട പോയി ഞാൻ മത്സരിക്കട്ടെ. പണ്ട് കരുണാകരൻ കാണിച്ച അങ്ങനെയല്ലേ. കരുണാകരൻ അന്ന് സ്വന്തം മകനെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് മുരളീധരനെ മത്സരിപ്പിക്കാൻ വേണ്ടി വടക്കാഞ്ചേരിയിലുണ്ടായിരുന്ന MLA യോട് പറഞ്ഞാൽ നീ രാജിവെച്ചേറാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ രാജിവെച്ചതിന് പകരമായിട്ട്
കെ മുരളീധരൻ മത്സരിച്ചു. ഇതാണ് തന്ത്രം. ഈ തന്ത്രം മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ കോൺഗ്രസ്സുകാർ പാലം വലിച്ചു. കെ മുരളീധരൻ, അന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന കെ മുരളീധരൻ പാലം വലിച്ച് താഴെ വീണു. ഇതാണ് അന്ന് ഉണ്ടായത്. അന്ന് KPC അധ്യക്ഷൻ പണ്ട് അന്ന് അങ്ങനെയാണെന്ന് തോന്നി, ഈ പഴഞ്ചൊല്ലുണ്ടായി, ഉത്തരത്തിരിക്കുന്നതും പോയി കക്ഷത്തിലുള്ളതും പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അത് എനിക്ക് തോന്നുന്നു ആ പഴഞ്ചൊല്ല് കെ മുരളീധരനെ കണ്ടിട്ടുണ്ടാക്കിയതായിരിക്കും. അങ്ങനെ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഈ രീതിയിൽ ഒരു ചെറിയ ഒരു രീതിയിൽ ഒരു മൂവ്മെന്റ് നടത്താനുള്ള ഒരു ഉദ്ദേശം ഇവർക്കിടയിൽ ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കെ സുധാകരൻ ഇപ്പം ഈ പറഞ്ഞ KC വേണുഗോപാലിനോട് വല്ലാത്ത പ്രണയം തോന്നിയത്. ഇവരെ രമേശ് ചെന്നിത്തല താങ്ങി നിന്നിട്ട് ഒരു കാര്യമില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് പോലും മനസ്സിലാവുന്നില്ല ചെന്നിത്തല ഇനിയിപ്പം ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയെങ്കിലും ആകുമെന്നുള്ളത്. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി ആവുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം RC പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് എന്താ, ഇനിയിപ്പം 4-ാം തീയതി കഴിയട്ടെ, വോട്ട് പെട്ടിക്കിടക്കുന്നില്ലേ ഉള്ളൂ, നമ്മൾ എന്തിനാ ഇപ്പോഴേ വെറുതെ ചർച്ച ചെയ്ത് നാട്ടുകാർ മുമ്പിൽ നാണം കിടന്ന്. വാസ്തവമായ കാര്യം, നാണക്കേട് തന്നെയാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.